നോമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വ്ളോഗാണിത്. രണ്ടാമത്തെ നോമ്പിന് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. എത്തിയപാടെ ലോറ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ എണീച്ചത്. ഉമ്മച്ചി ഉപ്പച്ചിയൊക്കെ ഒരു മഞ്ചേരി മലപ്പുറമൊക്കെ പോകാനുള്ള ആവശ്യങ്ങളുണ്ടായതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മച്ചി വെള്ളത്തിലിട്ട് വെച്ച ബീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ബീഫ് മുറിച്ചിട്ട് കൊണ്ടുവന്ന ബീഫാണ്. അതുകൊണ്ട് പിന്നെ കൂടുതൽ പണിയൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാനേ ഉണ്ടായിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞത് മുതൽ എല്ലാ നോമ്പിനും ഞാൻ മജോറിറ്റി ഓഫ് ദി ഡേയ്സും അവിടെ തന്നെയാണ് ഉണ്ടാവാറ്. എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ദിവസങ്ങൾ വളരെ കുറവേനു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ പോന്നിട്ടുണ്ട്. അല്ലൊന്നും അംഗനവാടി പോകാത്തതുകൊണ്ട് തന്നെ നല്ല ഉറക്കില്ല. ഇനി ഉറങ്ങൂല എന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 മണിയൊക്കെ ആയതിന് ശേഷമാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എണീച്ചപ്പോൾ ബീഫൊക്കെ കഴുകി ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പൊട്ടാറ്റോ പിന്നെ വെളുത്തുള്ളിയും ചീരുള്ളിയും അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ്. തൊലിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊലിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് മൊത്തം എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങ അരച്ചിട്ട് വറവിടാമെന്ന് പറഞ്ഞു ഉമ്മച്ചി. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സെപ്പറേറ്റ് ഉള്ളി വാട്ടി അങ്ങനെ വെക്കുന്നില്ല. ഒരു 1.5 വല്ലുള്ളിയും ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേസിക് മസാലകളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറിക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കറിയിലോട്ട് ആവശ്യമായിട്ട് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം. അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ചിരണ്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി വന്നതിന് ശേഷം ബീഫൊക്കെ വന്നപ്പോൾ തേങ്ങയൊക്കെ അരച്ച് പാർന്നതൊക്കെ വറവിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുലർച്ചയ്ക്കൊക്കെയുള്ള ചോറ് നമ്മൾ റൈസ് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജ്യൂസ് എടുക്കാൻ ഷമാമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് കർബീസ് ഒന്നും പറയാനുണ്ട്. ആദ്യമൊന്നും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രത്തോളം ഇഷ്ടമല്ലേന്, പക്ഷെ ഇപ്പം എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഷമാമ പറ്റാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് വാട്ടർ മെലനും ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജ്യൂസ് അടിക്കാനുള്ള വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വത്തക്കൻ്റെ ജ്യൂസ് നമ്മൾ പഞ്ചസാരയും പാലൊക്കെ ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസ് അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് വത്തക്കൻ്റെ ചെറിയ ചെറിയ പീസസ് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ബ്രദറിന് സ്കൂളിൽ നിന്ന് ഒരു ദിവസം ഇതുപോലെ വത്തക്കൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓന് അതിലിങ്ങനെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടത് ഭയങ്കര ഇഷ്ടമായപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കഴിക്കാനുള്ള ഫ്രൂട്ട്സ് എൻ്റെ വീട്ടിൽ എപ്പോഴും ഫ്രൂട്ട്സിനാണ് മുൻഗണന ഉണ്ടാവാറ്. അധികം പൊരിക്കടികളൊന്നും അങ്ങനെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞങ്ങൾക്ക് അത്രയും വലിയ ഇഷ്ടമില്ല. എപ്പോഴും ഫ്രൂട്ട്സ് ധാരാളമായിട്ടുണ്ടാവും. അത് നോമ്പാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ എപ്പോഴും ഫ്രൂട്ട്സാണ് ധാരാളമായിട്ട് കൊണ്ടുവരിക. പിന്നെ ഇതാ ഷമാമ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഷമാമ നമ്മൾ വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഈത്തപ്പഴം ബൂസ്റ്റ് പൊടി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്.
ഈത്തപ്പഴം നമ്മൾ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മിക്സിയിലോട്ട് ആഡ് ചെയ്തത് ഉമ്മച്ചി തന്നെ, അതുകൊണ്ട് ഞാൻ അത് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പിന്നെ ഞാൻ പാലും ബൂസ്റ്റ് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് പഞ്ചസാര ഇടാതെ അതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഈത്തപ്പഴം ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. അങ്ങനത്തെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, സമൂസ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതേനു, ഷമാമിൻ്റെ ജ്യൂസും വാട്ടർമെലൻ്റെ ജ്യൂസും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോമ്പ് തുറന്ന് നമ്മൾ കുറച്ച് നേരം നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായയും കടിയൊക്കെ കുടിക്കൽ കേട്ടോ. അപ്പോൾ തന്നെ ആർക്കും വേണ്ടി വരുമല്ലോ. അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിനായിട്ടുള്ള ഐറ്റംസിലോട്ടൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ രണ്ടാമത്തെ റൂം റാഹത്തായിട്ടുണ്ട്.